ന് പരിശുദ്ധ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഭീമ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മുണ്ടോട്ട് നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജോഷി. ഞങ്ങളുടെ മകൾ ബിഷ്ന. 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ്. അതാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത്. ജോഷിച്ചൻ ഇസ്രായേലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത് ഒരു കുട്ടിയും കൂടി വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ജോഷിച്ചൻ 2022 ഇസ്രായേലിൽ നിന്ന് നിർത്തി വന്നത്. ജോഷിച്ചൻ വന്ന ഒരു 2-3 മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ ഇതും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് ഡോക്ടർ 2 മാസത്തേക്ക് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. മെഡിസിൻ എടുത്തു. 2 മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പീരീഡ് റെഗുലറാണ്, അങ്ങനെ ബ്ലീഡിങ്ങോ വേദനയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പ്രഗ്നൻസിയെ ബാധിക്കില്ല, നമുക്ക് പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 2 മാസം വീണ്ടും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, എന്നിട്ടും ആകാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് ട്യൂബൽ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എൻ്റെ വലത് ട്യൂബ് ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ ഫൈബ്രോയിഡും എടുക്കാം, ട്യൂബൽ ബ്ലോക്കും മാറ്റാം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലായിരുന്നു കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു. ലേഡി ഡോക്ടറും 2 മാസം അവിടെ ചെന്നപ്പോഴും 2 മാസത്തേക്ക് വീണ്ടും മെഡിസിൻ എടുത്തു, കുറേ മരുന്നുകൾ കഴിച്ചു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ലാപ്രോസ്കോപ്പി തന്നെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു, എനിക്ക് ബോധമൊക്കെ വന്ന് നോർമലൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡും എടുത്തിട്ടില്ല, ട്യൂബൽ ബ്ലോക്കും മാറ്റിയിട്ടില്ല, കാരണം എൻ്റെ യൂട്രസ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇൻറ്റസ്റ്റൈനൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, അതുപോലെ ഫൈബ്രോയിഡ് പുറത്തേക്ക് നിൽക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഡോക്ടറിന് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ IVF ഇനി ഇത് വേറെ ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് ട്യൂബൽ ബ്ലോക്കും മാറ്റി ഫൈബ്രോയിഡും എടുത്തതിന് ശേഷം നിങ്ങൾ IVF ട്രൈ ചെയ്താൽ മതി, അല്ലാതെ നോർമലായിട്ടൊരു ബേബി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കണ്ണൂർ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം, കണ്ണൂർ മിംസിൽ ആസ്റ്റർ മിംസിൽ ഞങ്ങൾ അവിടെ ഒരു ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുക്കാമല്ലോ എന്നോർത്ത് അവിടെ വന്ന് ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ ഇനി ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എറണാകുളത്ത് വന്ന് അന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം ലാപ്രോസ്കോപ്പി അവിടെ നിന്ന് വീണ്ടും ചെയ്തു. ഒരു 2 മാസം ഗ്യാപ്പിൽ 2 ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട അവസ്ഥ. നല്ല പെയിനും കുറേ മരുന്നും കുറേ ഇഞ്ചക്ഷനും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2ാമത് ലാപ്രോസ്കോപ്പി ചെയ്തു. ഫൈബ്രോയിഡ് എടുത്തു. ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡ് എടുത്തു, ട്യൂബൽ ബ്ലോക്കും മാറ്റി, കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് കുട്ടിയാവും, ബേബി ആവും, കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുവരെ റെഗുലറായി പീരീഡ് ആയിക്കൊണ്ടിരുന്ന ഞാൻ ഈ 2ാമത്തെ പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം പിന്നെ പീരീഡ് ആവുന്നതേയില്ല. അവിടുന്ന് 6-7 മാസം കഴിഞ്ഞ് അതുവരെ നോക്കിയിട്ടും ആകാത്തപ്പം വീണ്ടും കാഞ്ഞങ്ങാട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. കാഞ്ഞങ്ങാടുള്ള അവിടെ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു AMH ഒരു ഹോർമോൺ അത് നിങ്ങൾക്ക് കുറവാണ്, അത് 1.08 ഉള്ളൂ, അത് നോർമലി നിങ്ങൾക്കിനി പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ IUI അതും IVF ഒരു 50% ചാൻസ് ഉള്ളൂ, ഇല്ലെങ്കിൽ വേറൊരാളുടെ അണ്ടം സ്വീകരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വളരെയധികം വിഷമിച്ചു, വളരെയധികം സങ്കടപ്പെട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നോർത്ത് വീട്ടിൽ വന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റീനെ വിളിച്ചത്. ആൻറ്റിയെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആൻറ്റിക്ക് അറിയാം കാര്യങ്ങളെല്ലാം. ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു. അപ്പോൾ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി എന്ന് അവിടെ വിട്ടു.
വീണ്ടും ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അവിടെ കടയിൽ ഞാൻ ബില്ലിങ്ങൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് പത്രം കൊണ്ടുവരും കടയിൽ. കൃപാസനം എന്ന് കേട്ടതിന് ശേഷം പിന്നെ കൃപാസന മാതാവിൻ്റെ പത്രം ആര് കടയിൽ വന്നാലും അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ താക്കോലിനകത്ത് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ്, പിന്നെ ആരുടെ കഴുത്തിൽ, എല്ലാവരുടെയും കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി. രണ്ടാമത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സിജി, അവൾ എന്നോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുക. ഞാൻ അവളോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കുമോ? എന്താണ് ഉടമ്പടി എന്നോ ഒന്നും എനിക്കറിയില്ല. കൃപാസനത്തെ പറ്റി അതിനു മുമ്പ് എനിക്കൊന്നും അറിയില്ല. അവളോട് ഞാൻ ചോദിച്ചപ്പം അവൾ വെറുതെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കാം, നിനക്കൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ ഞാൻ ഉടമ്പടി വെക്കും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അവൾ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വന്നതായി തോന്നി. എനിക്ക് കൂടുതലായി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ജോഷിനോട് പറഞ്ഞു, നമുക്ക് ഒന്ന് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞ് നവംബർ 27, 2023 ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു. 3 മാസം ഉടമ്പടിയെല്ലാം പാലിച്ചു, പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 3 മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റമൊന്നും ഉണ്ടായില്ല. പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു, എന്നാലും ഞാൻ പത്രം എല്ലാം കൊടുത്തു. ഉടമ്പടി ആയിട്ട് മുന്നോട്ട് പോയി. അവസാനം 3 മാസം കഴിഞ്ഞു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ മാർച്ച് 23 രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് മുമ്പ് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിവെച്ചു, ഹോസ്പിറ്റലിൽ പോകുന്നില്ല. കാരണം ഡോക്ടേഴ്സ് ഇനി എനിക്കൊരു ബേബി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നോർമലി എനിക്കൊരു ബേബി ഉണ്ടാവത്തില്ല എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. IVF അല്ലാതെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വരുന്നതിന് മുമ്പ് മാർച്ചിൽ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എനിക്ക് ഒരു ഗ്രേ കോട്ടിട്ട ഡോക്ടർ എനിക്കൊരു ബേബിയെ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിനക്ക് ആൺകുഞ്ഞാണ്, നീ കൃപാസനത്തിൽ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ ഇങ്ങനെ ഓരോരുത്തർ സ്വപ്നം കാണുന്നതും സാക്ഷ്യം പറയണതും. ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ വചനപ്പെട്ടിന്നൊരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം, യേശു പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ജോഷിനെ വിളിച്ചു. അപ്പം തന്നെ പറഞ്ഞു, ജോഷിച്ച ഇതേപോലെ കിട്ടി. അപ്പോൾ ജോഷിനെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മാസം മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ഭാഗ്യം കിട്ടി. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്യുകയും സൈത്ത് തരികയും വയറ്റിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അച്ഛനൊരു കാശ് രൂപം തരികയും ചെയ്തു. അച്ഛൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ, ഞങ്ങളോട് പ്രത്യേകിച്ചായിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളോട് പറഞ്ഞു അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയും, കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേപോലെ ഇവിടെ നിന്ന് ഇറങ്ങി. മാർച്ച് ഞാൻ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഉടമ്പടിയെല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. ഏപ്രിൽ 19 ആയപ്പോഴത്തേക്കും എൻ്റെ പീരീഡ് മിസ്സായി. ഏപ്രിൽ 19 നോക്കുമ്പം രാവിലെ എഴുന്നേറ്റ് മാതാവിൻ്റെ മുമ്പിൽ കിറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വയറിൽ തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ. ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും ഒരു കുട്ടി എനിക്കിനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ പ്രഗ്നൻസി കാലം ഒരു കുഴപ്പവും ഇല്ലാതെ പോയി. അങ്ങനെ ഡിസംബർ 3 എനിക്ക് ഒരാൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ കുഞ്ഞ്. അതാണ് എനിക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ളത്. എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഐവിൻ എന്നാണ്, ഐവിൻ ജോഷി. രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പം സ്റ്റിച്ച് ഉണങ്ങുന്നില്ലായിരുന്നു. കുറേ 2-3 മാസമായിട്ടും സിസേറിയൻ കഴിഞ്ഞവർക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ച് ഉണങ്ങിയില്ലെങ്കിൽ സ്റ്റിച്ച് പഴുക്കുകയും ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്തു. 3 മാസത്തോളമായിട്ട് ഉണങ്ങാതിരുന്നിട്ട് ഞാൻ എപ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിക്കും. കുറേ ഞങ്ങൾ കാണിച്ച ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു, അല്ലാതെ വേറെ ഗൈനക്കിനെ കാണിച്ചു, എന്നിട്ടും ഒന്നും ഉണങ്ങുന്നില്ലായിരുന്നു. അവസാനം ഞാൻ തൈലം
പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇതും സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ നോർമലായിട്ട് നടന്നു. അതുവരെ വേദനയായിട്ട് ഞാൻ കുഞ്ഞിന് നടക്കുന്ന എന്നോട് എൻ്റെ മോള് ചോദിച്ചു, എന്ത് പറ്റി മമ്മ, ഇപ്പം വേദനയില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ആ സ്റ്റിച്ച് ഉണങ്ങുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് പള്ളിയിൽ പോകുവാനും കൂടുതലായിട്ട് കുർബാന സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കൂടുതൽ ആഗ്രഹം തോന്നുകയും ചെയ്തു. അതിനു മുമ്പ് വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു പള്ളിയിൽ പോകുകയുള്ളായിരുന്നു. അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എന്നിലുണ്ടായ മാറ്റം. എനിക്ക് പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും, രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു മുടങ്ങാതെ. അത് കൃപാസനത്തിൽ, അതിന് മുമ്പ് എനിക്ക് വല്ലപ്പോഴും പോകുന്ന ഒരു സ്വഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടും. ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ കാണുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് ഈ പാവങ്ങൾ രോഗികളൊക്കെ താമസിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഭക്ഷണ സാധനം വാങ്ങിച്ചു കൊടുക്കുകയും, പിന്നെ ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ പോകാത്തത് കൊണ്ട് മൊബൈലിലൊക്കെ ഈ കുട്ടികൾക്ക് പാടില്ലാത്ത കുട്ടികളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊബൈൽ വഴി ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും കാരുണ്യം തന്ന മാതാവിനും തിരുകുമാരനും എൻ്റെ 1000 നന്ദി. സുഭാഷിതങ്ങൾ 14, 26, 27 തിരുവചനങ്ങൾ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. ഭീമമോൾ എന്ന ഈ സഹോദരി തനിക്ക് 14 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച